നമസ്കാരം. വൻ സൈനിക ശക്തിയായി ഉയർന്നു വരികയാണ് ഏകാധിപതി കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ. റഷ്യയുമായുള്ള സൗഹൃദം ഉത്തര കൊറിയയുടെ കരുത്താണ്. യുക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ സൈനികർ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സൈന്യത്തെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കിം ജോങ് ഉൻ. ഉത്തര കൊറിയ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നതും. ബഹുമുഖ നാവിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ കപ്പൽ. നൂതന മിസൈൽ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആയിരിക്കും ഈ കപ്പൽ എന്നാണ് റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്താണ് ഈ നിഗമനം. ഉത്തര കൊറിയയുടെ നാവികസേനയുടെ ഭാഗമായ ഏതൊരു യുദ്ധക്കപ്പലിനേക്കാളും ഇരട്ടി വലിപ്പം ഈ യുദ്ധക്കപ്പലിനുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. കിം ജോങ് ഉൻ സൈനിക നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്രയും വലിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നതും. ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റിന് ഏകദേശം 140 മീറ്റർ, അതായത് 459 അടി നീളമുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നതും. ഉത്തര കൊറിയയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണിതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധക്കപ്പലിന്റെ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നു. മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനായി വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റംസ് ആണ് യുദ്ധക്കപ്പലിൽ സജ്ജീകരിക്കുന്നത്. ആന്റി ഷിപ്പ്, എയർ ഡിഫൻസ്, ലോഡ് അറ്റാക്ക് ക്രൂസ് മിസൈലുകൾ ഉൾപ്പെടെ 50-ലധികം മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി കപ്പലിനുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ കപ്പൽ നിർമ്മിക്കാൻ തടസ്സങ്ങളൊന്നും ഉത്തര കൊറിയയ്ക്ക് മുന്നിൽ ഇല്ലെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. US-ന്റെ ഉപരോധമുള്ളതിനാൽ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും നിർമ്മാണ സാമഗ്രികളും ലഭിക്കുന്നതിന് തടസ്സമുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള ബന്ധം ഈ തടസ്സങ്ങളെ മറികടക്കാൻ ഉത്തര കൊറിയയെ സഹായിക്കുമെന്നും CNN-ന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരിയിൽ ഉത്തര കൊറിയ ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഈ കപ്പൽ കൂടി വരുമ്പോൾ മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചിങ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് നാവിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നത്.